ഗൈസ് അപ്പോൾ എല്ലാവർക്കും 300 രൂപ ചെയ്യണേനായിട്ട് വരുന്ന ഒരു അടിപൊളി ഓഫറാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഈ ഓഫർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ടോട്ടൽ ഒരു 2-3 മിനിറ്റ് പരിപാടിയേ വരുന്നുള്ളൂ. ഇതുപോലെ ചെറിയ രീതിയിൽ നിങ്ങൾ ക്യാഷ് ഉണ്ടാക്കാനായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു വെബ്സൈറ്റ് ആണിത്. പിന്നെ നിങ്ങളുടെ ആയിട്ടുള്ള റിസർച്ച് ചെയ്തിട്ട് മാത്രം നിങ്ങൾ ഈ ഓഫർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കുക. ഈ വെബ്സൈറ്റ് ഞാൻ ഒരു 2-3 വർഷമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പേയ്മെന്റ് കാര്യങ്ങളൊക്കെ ഒരു പക്കയായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇന്നൂടെ നമ്മൾ കുറച്ച് സബ്സ്ക്രൈബേഴ്സിന് പേയ്മെന്റ് ഇതിനകത്ത് നിങ്ങൾക്ക് റഫറോ KYCയോ ഇൻവെസ്റ്റ്മെന്റോ ഒരു പരിപാടിയും വരുന്നില്ല. കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് യൂസ് ചെയ്തിരിക്കും. പിന്നെ ഇതുപോലുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കൺ മസ്റ്റ് ആയിട്ടും ഓൾ ചാനൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിലൂടെ ജോയിൻ ചെയ്ത് ഇപ്പോൾ ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്ന 300 രൂപ എല്ലാവർക്കും ഫ്രീ ആയിട്ട് കിട്ടുന്ന വെബ്സൈറ്റ് ലിങ്ക് എന്തായാലും കമന്റ് ബോക്സിൽ ഫസ്റ്റ് തന്നെ പിന്നെ ചെയ്തേക്കാം. അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഓഫറിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ഒരു 1-2 മിനിറ്റ് പരിപാടികളും നിങ്ങൾക്ക് ഷുവർ ആയിട്ടും ക്യാഷ് കിട്ടുന്നതായിരിക്കും. ഒരുപക്ഷെ നേരത്തെ നിങ്ങൾ ഈ ഓഫർ കംപ്ലീറ്റ് ചെയ്തിട്ട് വീണ്ടും ക്യാഷ് കിട്ടുന്നതായിരിക്കും. എങ്ങനെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ വീഡിയോയിൽ നമുക്ക് പറഞ്ഞുതരാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാനായിട്ട് നോക്കുക. പുതിയതായിട്ട് ചെയ്യുന്നവർക്കും ഷുവറായിട്ടും ക്യാഷ് കിട്ടുന്നതായിരിക്കും. ഇതിൽ ക്യാഷ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് പക്കയായിട്ട് ചെയ്താലേ നിങ്ങൾക്ക് ക്യാഷ് കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ആദ്യമേ തന്നെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം. ഇവിടെ നിങ്ങൾ ആ ഓഫർ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് എന്ന് പറഞ്ഞൊരു പേജ് കാണാം. അതിനകത്ത് ഒരു 6 സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ പക്കയായിട്ട് ചെയ്യണം. സിമ്പിളാണ്. അത് എങ്ങനെയാണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പെട്ടെന്ന് പറഞ്ഞുതരാം. നമുക്ക് ടോട്ടൽ 300 രൂപയാണ് ഞാൻ പറയുന്ന പോലെ കിട്ടുന്നത്. അതിനകത്ത് 150 രൂപ കിട്ടുന്നത് നമ്മളൊരു ഏരിയയുടെ റിവ്യൂ കൊടുക്കുന്നതിനും 150 രൂപ കിട്ടുന്നത് ആ ഏരിയയുടെ 3 ഫോട്ടോ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നതിനുമാണ്. നമുക്ക് സ്കിപ്പ് ചെയ്തിട്ട് ഈ 150 രൂപ ടേൺ ചെയ്തെടുക്കുക. അതായത് റിവ്യൂ കൊടുക്കുന്നതിൻ്റെ 150 രൂപ ഓപ്ഷനും ഇതിൽ വരുന്നുണ്ട്. ഇതിന്റെ രണ്ടിനെ ട്രിക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ റിവ്യൂ കൊടുക്കുന്നതിന്റെയും ഫോട്ടോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാഷ് ഫ്രീ ആയിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് അവരോട് പറയുന്നത് റിവാർഡ് ഈസ് പേയബിൾ ഫോർ ഓൺലി NCR, MMR, ബാംഗ്ലൂർ, പൂനെ, ഹൈദരാബാദ്, ചെന്നൈ, കൊൽക്കത്ത ആൻഡ് അഹമ്മദാബാദ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ സിറ്റികളുടെ റിവ്യൂ കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ക്യാഷ് കിട്ടത്തുള്ളൂ. അല്ലാതെ നിങ്ങൾ വേറെ ഇപ്പം കേരളത്തിലെ ഒരു സിറ്റിയുടെ റിവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നതല്ല. നിങ്ങൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കുക. അതിനുവേണ്ടി നിങ്ങൾ ആ ഏരിയയിൽ താമസിക്കണം അങ്ങനെയൊന്നും ഇല്ല. നേരത്തെ നമ്മൾ ആ വീഡിയോ ചെയ്തപ്പോഴും അങ്ങനെ തന്നെയാണ് കുറേ പേര് ചെയ്തത്. അങ്ങനെ തന്നെയാണ് കുറേ പേർക്കും ക്യാഷ് കിട്ടിയത്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് മാത്രം ഒരു 70,000-80,000 രൂപയുടെ ഇടയിൽ ഈ വെബ്സൈറ്റിൽ നിന്ന് ഏൺ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ കുറേ നാൾ മുമ്പേ ഇതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. നേരത്തെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർക്കാണെങ്കിൽ അറിയാം. അങ്ങനെ കുറേ പേർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ക്യാഷ് കിട്ടിയിട്ടുണ്ട്. പിന്നെ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ദ റിവ്യൂ ഷുഡ് ബി ഫോർ ദ സൊസൈറ്റി ഓർ അത് നിർബന്ധമൊന്നുമില്ല. നമ്മളവിടെ താമസിച്ചില്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ റിവ്യൂ എടുത്തിട്ട് ക്യാഷ് ചെയ്യാം. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ടാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാൻ നിങ്ങൾ കാണാനായിട്ട് നോക്കുക. പിന്നെ നാലാമത്തെ സ്റ്റെപ്പ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. അതിനകത്ത് ഇവർ പറയുന്നത് എ റിവ്യൂ മസ്റ്റ് ബി അറ്റ്ലീസ്റ്റ് ഓഫ് 300 ക്യാരക്ടേഴ്സ് ഇൻക്ലൂഡിങ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കമൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇതിൽ നമ്മളൊരു സിറ്റി റിവ്യൂ ചെയ്യാനായിട്ട് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നെഗറ്റീവ് നമ്മൾ കൊടുക്കണം. അതിനെക്കുറിച്ച് ഒരു 150 ക്യാരക്ടർ അല്ലെ 300 ക്യാരക്ടറിൽ ടോട്ടൽ നമ്മളതിൽ ടൈപ്പ് ചെയ്തിരിക്കണം. അത് സിമ്പിളാണ്. ആ ഏരിയയിലെ വാട്ടർ ഫെസിലിറ്റി നല്ലതായിരുന്നു, ട്രാഫിക് നല്ലതായിരുന്നു, അല്ലെങ്കിൽ അവിടുത്തെ ഹോസ്പിറ്റലിലൊക്കെ അടുത്തുണ്ടായിരുന്നു, അത്രയും കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് 300 ക്യാരക്ടറും കാര്യങ്ങളും ആവും. അത് പോസിറ്റീവും നെഗറ്റീവും കൂടെ ചേർത്താണ് കൊടുക്കേണ്ടത്. അതെങ്ങനെയാണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം. നിങ്ങൾ മിനിമം 300 ക്യാരക്ടറെങ്കിൽ വരുന്ന കൊടുത്തിട്ട് സ്കിപ്പ് അടിക്കും, പോസ്റ്റിനോ കൊടുക്കും. അപ്പോഴത്തേക്കും റിവ്യൂ ആവും, പക്ഷെ അവർക്ക് ക്യാഷ് കിട്ടത്തില്ല. അവരുടെ റിവ്യൂ റിജക്റ്റ് ആയി പോകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ 300 ക്യാരക്ടറെങ്കിലും വരുന്ന രീതിയിൽ ടോട്ടൽ ആ പോസിറ്റീവ് കിട്ടുന്നതായിരിക്കും. പിന്നെ ഇൻസെന്റീവ്സ് ക്യാൻ ബി അവൈലബിൾ ഓൺലി നേരത്തെ കഴിഞ്ഞ വർഷം ആണ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തെങ്കിൽ വീണ്ടും ഈ വർഷം നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അതായത് ഒരു 365 ദിവസത്തിന് ബാക്കിൽ നിങ്ങൾ ഈ ഓഫർ കംപ്ലീറ്റ് ചെയ്തെങ്കിൽ അന്നേരം നിങ്ങൾക്ക് ക്യാഷ് കിട്ടിയിട്ടുണ്ടെങ്കിൽ വീണ്ടും ഈ വർഷവും നിങ്ങൾക്ക് ക്യാഷ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് നേരത്തെ ഓഫർ കംപ്ലീറ്റ് ചെയ്തവർക്ക് വീണ്ടും ഈ ഓഫർ കംപ്ലീറ്റ് ചെയ്തിട്ട് ക്യാഷ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഈ ഓഫർ കംപ്ലീറ്റ് ആക്കാനായിട്ട് നോക്കുക. നിങ്ങൾക്ക് പക്കയായിട്ട് ക്യാഷ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് പക്കയായിട്ട് തന്നെ പറഞ്ഞു തരുന്നതായിരിക്കും. അതിനുശേഷം ക്ലോസ് കൊടുക്കുക. ക്ലോസ് കൊടുത്തിട്ട് ആഡ് ലൊക്കേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷനോട് വന്നിട്ടുണ്ട്. അതിനകത്ത് അവിടെ ഒരു സിറ്റി സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനോട് വന്നിട്ടുണ്ട്. അവിടെ ഞാനിവിടെ ഒരു ചെന്നൈയിലെ സിറ്റിയാണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഇവിടെ ചെന്നൈ സൗത്ത്, ചെന്നൈന്ന് ടൈപ്പ് ചെയ്തിട്ട് ചെന്നൈ സൗത്ത് ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് യുവർ ലൊക്കാലിറ്റി ഓർ സൊസൈറ്റി എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. അവിടെ നിങ്ങൾ ജസ്റ്റ് വന്നിട്ട് ഞാനിവിടെ SC എന്നൊന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ കുറേ സിറ്റിയുടെ പേര് ഇവിടെ ഇങ്ങനെ വന്നിട്ടുണ്ട്. അതിനകത്തുനിന്ന് ഞാൻ ഒരു സിറ്റി മാപ്പേഡു തിരുവഞ്ചേരി എന്ന് പറഞ്ഞ സിറ്റിക്ക് റിവ്യൂ കൊടുക്കാനായിട്ട് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന
കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സിറ്റിയുടെ റിവ്യൂ കൊടുക്കാൻ പറ്റത്തില്ലെന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ യുവർ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ വേറെ ഒരു ലൊക്കാലിറ്റി സെലക്ട് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഈ ചെന്നൈ എന്നുള്ളത് മാറ്റിയിട്ട് ബാംഗ്ലൂർ കൊടുക്കുക. അന്നേരം വാർണിംഗ് സിമ്പിൾ വരാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സിറ്റിയുടെ റിവ്യൂ കൊടുക്കാം എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതിൻ്റെ റിവ്യൂ നിങ്ങൾ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് യു ആർ ബെസ്റ്റ് ഡിസ്ക്രൈബ്ഡ് അസ് എന്ന് പറഞ്ഞു, അതായത് വാടകക്കാരൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് നമ്മൾ അവിടെ വാടകയ്ക്ക് താമസിച്ചിട്ട് നമ്മൾ ആ ഏരിയയുടെ റിവ്യൂ കൊടുക്കാനായിട്ട് പോകുന്നത്. പിന്നെ എത്ര കാലമായിട്ട് നമ്മളവിടെ താമസിച്ചു എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു 2 years പറഞ്ഞു കൊടുക്കുന്നു. അതിനുശേഷം ഇവിടെ നമ്മുടെ നെയിം ചോദിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ നെയിം ജസ്റ്റ് ഒന്ന് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെയിം എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് പ്രൊസീഡ് ടു റൈറ്റ് റിവ്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ അവിടെ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഇവിടെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. യുവർ തോട്ട്സ് ഓൺ കണക്ടിവിറ്റിയും കമ്മ്യൂട്ടൊക്കെ ആ ഏരിയയുടെ എങ്ങനെ ഉണ്ടായിരുന്നു, ലൈഫ് സ്റ്റൈൽ എങ്ങനെ ഉണ്ടായിരുന്നു, സേഫ്റ്റി എങ്ങനെ ഉണ്ടായിരുന്നു, എൻവയോൺമെൻറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു, പിന്നെ വാട്ട് ഡു യു ലൈക്ക് അബൌട്ട് ദിസ് ലൊക്കാലിറ്റി എന്ന് പറഞ്ഞു അബൌട്ട് ദിസ് ലൊക്കാലിറ്റി, അതായത് നെഗറ്റീവ്സ്. ഇത് രണ്ടും കൂടെ ചേർത്താണ് നമ്മൾ മിനിമം 300 ക്യാരക്ടറെങ്കിലും കൊടുക്കേണ്ടത്. ഇവിടെ നിങ്ങൾക്ക് കാണാം മിനിമം 100 ക്യാരക്ടർ റിക്വയർഡ് എന്ന് പറഞ്ഞത് ഇവിടെ 100 എൻ്റർ ചെയ്ത് കൊടുക്കും, ഇവിടെ 100 ക്യാരക്ടർ എൻ്റർ ചെയ്ത് കൊടുക്കും. അപ്പോൾ ടോട്ടൽ 200 ക്യാരക്ടർ ആവുന്നുണ്ട്. അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷനിൽ പക്ഷേ അവർ 300 ക്യാരക്ടർ എന്ന് പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ ഒരു 150 ക്യാരക്ടറും ഇവിടെ ഒരു 150 ക്യാരക്ടറും കൂടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇത്രയുള്ള പരിപാടി. ഈ ഒരു 5 സ്റ്റെപ്പും, അതായത് 1, 2, 3, 4 ഈ 4 സ്റ്റെപ്പും ഈ 2 റിവ്യൂവും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാഷ് ഫ്രീ ആയിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും. വേറെ വലിയ പരിപാടി ഒന്നും ഇതിൽ വരുന്നില്ല. ഇനി ഈ റിവ്യൂ കൊടുക്കാനായിട്ട് ഈ സിറ്റിയുടെ റിവ്യൂ ഒരു ട്രിക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിനായിട്ട് നിങ്ങളുടെ വേറെ ഏതെങ്കിലും ബ്രൗസറിൽ നിങ്ങൾ എന്ന് പറഞ്ഞാൽ സിറ്റിയുടെ റിവ്യൂ ആണ് എന്നൂടെ അവിടെ എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് സെർച്ച് കൊടുക്കുക. സെർച്ച് കൊടുക്കുമ്പോൾ ഓൾറെഡി വേറെ ആൾക്കാർ ഈ സിറ്റിയെക്കുറിച്ച് റിവ്യൂ കൊടുത്തിട്ടുണ്ട്. അവർ കൊടുത്ത റിവ്യൂ വെരിഫൈ ആയ റിവ്യൂസ് ഇവരുടെ സൈറ്റിൽ ഇവർ പബ്ലിഷ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഈ റിവ്യൂസ് നമുക്ക് നോക്കിയാൽ ഒരു ഐഡിയ കിട്ടും, ആ ഏരിയയെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടും. അതിനുശേഷം നമുക്ക് സിമ്പിളായിട്ട് ഇത് കോപ്പി ചെയ്തിട്ട് നമുക്ക് അതിൽ കൊടുത്ത് നമുക്ക് ആ റിവ്യൂ വെരിഫൈ ആക്കി എടുക്കാനായിട്ട്. കോപ്പി പേസ്റ്റിങ് പറ്റത്തില്ല, നിങ്ങൾ ടൈപ്പ് ചെയ്ത് തന്നെ കൊടുക്കണം. അതുപോലെ തന്നെ കറക്റ്റ് ഇതുപോലെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കരുത്, കുറച്ച് ചേഞ്ചസ് വരുത്താനായിട്ട് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം റേറ്റിംഗ്സ് ആൻഡ് റിവ്യൂസ് ഓഫ് മാപ്പേഡ് ചെന്നൈ. ഇപ്പോൾ മാപ്പേഡ് ചെന്നൈ ഹാസ് 3.8 സ്റ്റാർ റേറ്റിംഗ് ഔട്ട് ഓഫ് 5 എന്ന് പറഞ്ഞ ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ജസ്റ്റ് ഇവിടെ ലോഡ് ആവുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ കാണാം. കണക്ടിവിറ്റിയുടെ റേറ്റിംഗ് ഇവിടെ കാണാം, സേഫ്റ്റി, ലൈഫ് സ്റ്റൈൽ, എൻവയോൺമെൻറ്റ്, പോസിറ്റീവ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നോ ട്രാഫിക് ജാം നിയർ ബൈ, അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് ഇവിടെ കണക്ടിവിറ്റി എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. പിന്നെ പോസിറ്റീവ് റിവ്യൂ, നെഗറ്റീവ് റിവ്യൂ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തതും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരു എക്സാമ്പിളായിട്ട് എടുക്കാം. ഇതുപോലെ ഒരിക്കലും അവിടെ കൊണ്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കരുത്. ഇതൊരു എക്സാമ്പിളായിട്ട് എടുക്കുക. എക്സാമ്പിളായിട്ട് എടുത്തിട്ട് അവിടെ കൊണ്ട് കൊടുക്കാനായിട്ട് നോക്കുക. ഒരു സിറ്റിയെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ നിങ്ങൾക്ക് റിവ്യൂ കൊടുക്കുമ്പോൾ അത് വെരിഫൈ ആക്കി ആ റിവ്യൂ കൊടുക്കാനായിട്ട് നോക്കുക. കുറേ റിവ്യൂസ് ഉണ്ട് ഇവിടെ താഴെ നോക്കി കഴിഞ്ഞാൽ കുറേ പോസിറ്റീവ് നെഗറ്റീവ്സ് റിവ്യൂസ് ഇവിടെ കാണാം. അപ്പോൾ ഇത് കണ്ടിട്ട് ഒരു ഐഡിയ ആക്കി എടുത്തിട്ട് നിങ്ങൾ അവിടെ പോയിട്ട് ആ റിവ്യൂ കംപ്ലീറ്റ് ആക്കാനായിട്ട് നോക്കുക. സൈറ്റ് കമ്പയർ ചെയ്ത് ഞാനിവിടെ റിവ്യൂ ഫുള്ള് കംപ്ലീറ്റ് ആക്കി കിട്ടാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഓൾറെഡി പറഞ്ഞു. 3 ഫോട്ടോയും കൂടെ നമ്മളിതിൽ അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ടോട്ടൽ 300 രൂപയായിരിക്കും നമുക്ക് കിട്ടുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്ന ഓപ്ഷൻ സ്കിപ്പ് ചെയ്യാം. ഓപ്ഷൻ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് പോസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ റിവ്യൂ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നമ്മൾ ഈ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു ലിങ്ക് അല്ലെങ്കിൽ ഈ പേജിൽ നിന്ന് തന്നെ ആഡ് ഫോട്ടോ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫോട്ടോ ഏരിയയെ കുറിച്ചാണ് ആ ഏരിയയുടെ ഫോട്ടോ അല്ലെങ്കിൽ ആ ഏരിയയിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും താമസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ കോൾ ചെയ്തിട്ട് ആ ഏരിയയുടെ ഫോട്ടോ വാങ്ങിച്ചിട്ട് വേണമെങ്കിൽ ഇതിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് താമസിക്കുന്ന ഏരിയയെക്കുറിച്ച് താമസിക്കുന്നുണ്ടെങ്കിൽ ആ ഏരിയയെക്കുറിച്ച് അവരുടെ നിന്ന് ഫോട്ടോ വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് ഇതിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അത് വെരിഫൈ ആവുന്നതായിരിക്കും. അതിനുശേഷം ടോട്ടൽ 300 രൂപ കിട്ടുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന വേറെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഗൂഗിളിലോട്ട് വരിക. ഏത് ഏരിയയുടെ റിവ്യൂ ആണോ നിങ്ങൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ ഏരിയയുടെ നെയിം അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇമേജസ് എന്നോടെ ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സെർച്ചിൻ്റെ ഓപ്ഷൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുക. സെർച്ചിൻ്റെ ഓപ്ഷൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഏരിയയെക്കുറിച്ചുള്ള കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും ഇവിടെ വരുന്നതായിരിക്കും. ചില ഫോട്ടോസിനകത്ത് 99 acres എന്ന് പറഞ്ഞിട്ട് ഒരു വാട്ടർമാർക്ക് ഉണ്ടായിരിക്കും. ആ ഫോട്ടോ
ഷുവറായിട്ട് റിജക്റ്റ് ആയി പോകുന്നതായിരിക്കും. മാക്സിമം നിങ്ങൾ ആ വാട്ടർമാർക്ക് ഒന്നും വരാത്ത ഇമേജസ് ഇതിൻ്റെ ഒരു സെക്ഷൻ ഉണ്ട്, ഞാൻ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് കാണിക്കുന്നില്ല കാരണം കോപ്പി റൈറ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഇമേജസിൻ്റെ സെക്ഷൻ എടുത്തിട്ട് താഴോട്ട് ഏറ്റവും താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോയി ഇമേജസ് കിട്ടും. 99acres വാട്ടർമാർക്കൊന്നും ഇല്ലാത്ത നിങ്ങൾ ആ റിവ്യൂ ചെയ്ത് അത് അവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് വേണമെങ്കിൽ അവിടെ കൊണ്ടുപോയി നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് വെരിഫൈ ആക്കാനായിട്ട് കുറിച്ച് തന്നെ പലരും റിവ്യൂ എടുത്തതാണെന്ന്. അപ്പോൾ നിങ്ങളുടെ റിവ്യൂ റിജക്റ്റ് ആവാനുള്ള ആയിട്ടുമുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് 150 രൂപ മാത്രം മതി എന്നുള്ള രീതിയിൽ ഇവിടെ ഐ വിൽ അപ്ലോഡ് ഫോട്ടോസ് ലേറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷനോട് ക്ലിക്ക് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യുക. എന്നിട്ട് നമുക്കിവിടെ ചൂസ് ചെയ്യാം, ഇത് നമുക്ക് പിന്നെ ഇത് അപ്ലോഡ് ചെയ്യണോ അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യണ്ടേ, അല്ലെങ്കിൽ 150 രൂപ വേണ്ടാന്ന് വെക്കണോ എന്ന് ഇവിടെ ചോദിച്ചിട്ടുണ്ട്. നോ അപ്ലോഡ് നൗ ആൻഡ് ഗെറ്റ് ₹150 എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. ഐ വിൽ അപ്ലോഡ് ലേറ്റർ സെൻഡ് എ ലിങ്ക് എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ എസ് മിസ് ഔട്ട് ഓൺ 150 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ എസ് മിസ് ഔട്ട് ഓൺ 150 കൊടുക്കുകയാണ്. ഞാൻ ഈ റിവ്യൂ ചെയ്തതിനെ മാത്രം 150 എനിക്ക് മതി എന്നുള്ള രീതിയിൽ ഞാൻ അവിടെ കൊടുക്കുകയാണ്. UPID അതുകൊണ്ട് തന്നെ UPID കൊടുക്കുമ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ നിങ്ങളൊന്ന് ടിക്ക് ചെയ്യുക. സബ്മിറ്റ് കൊടുത്തതിന് ശേഷം നിങ്ങൾക്കിവിടെ കാണാം റൈറ്റ് റിവ്യൂ കംപ്ലീറ്റ് ആയിട്ടുണ്ട്, റിവ്യൂ അണ്ടർ സ്ക്രീനിങ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഗെറ്റ് ക്യാഷ് ബാക്ക്. അവർ 7 വർക്കിംഗ് ഡേയ്സ് ആണ് ഇതിനായിട്ട് ടൈം പറയുന്നത്. നമ്മുടെ റിവ്യൂ വെരിഫൈ ആക്കാനായിട്ട് 7 വർക്കിംഗ് ഡേയ്സ് ആണ് പറയുന്നത്. ആ 7 ദിവസത്തിനുള്ളിൽ നമുക്ക് പേയ്മെൻറ്റ് കിട്ടുന്നതായിരിക്കും. പക്കയായിട്ട് തന്നെ പേയ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് മാത്രം ഏതാണ്ട് ഒരു 70,000 തൊട്ട് 80,000 രൂപ വരെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ കുറേ കാലം മുമ്പേ ഈ സൈറ്റിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്ന് അത്യാവശ്യം നല്ല രീതിയിൽ ഒത്തിരി പേർക്ക് പേയ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. അന്ന് പേയ്മെൻറ്റ് കിട്ടിയ ആരെങ്കിലും ഈ വീഡിയോ ചെയ്യാം. ഇന്ന് നിങ്ങൾക്ക് ഓഫർ ചെയ്തിട്ട് വീണ്ടും നിങ്ങൾക്ക് ക്യാഷ് ചെയ്യാനായിട്ട് പറ്റും. എല്ലാവരും മാക്സിമം ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം റഫർ ആൻഡ് ഗെറ്റ് 50 ഫോർ എവരി റിവ്യൂ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അതായത് നിങ്ങളൊരു ഫ്രണ്ടിനെ റഫർ ചെയ്യുന്നു, നിങ്ങൾ ഈ റിവ്യൂ കംപ്ലീറ്റ് ആയി ലിങ്ക് കിട്ടും. എന്നിട്ട് ഇവിടുന്ന് കോപ്പി ലിങ്ക് കൊടുത്തിട്ട് ആ റഫർ ലിങ്ക് കോപ്പി ചെയ്തെടുക്കാം. അതിനുശേഷം നിങ്ങൾക്ക് ഫ്രണ്ട്സിനെ റഫർ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ വേറെ ഫോണിൽ വേറെ ബ്രൗസറിൽ റിവ്യൂ ചെയ്യാം. എന്നിട്ട് UPID കൊടുക്കുമ്പോൾ വേറെ UPID കൊടുത്താൽ മതി. എന്നിട്ട് നിങ്ങളിങ്ങനെ വീണ്ടും റിവ്യൂ ചെയ്തിട്ട് പെർ റഫർ നിങ്ങൾക്ക് 50 രൂപ വെച്ച് കിട്ടും. നിങ്ങൾ ആ റിവ്യൂ ചെയ്യിപ്പിക്കുന്ന ഫ്രണ്ടിൻ്റെ റിവ്യൂ വെരിഫൈ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് 50 രൂപ വെച്ച് കിട്ടുന്നതായിരിക്കും. പ്ലസ് ഈ ഫോട്ടോയും കൂടെ അപ്ലോഡ് ചെയ്ത് റിവ്യൂ കംപ്ലീറ്റ് ആകാമെങ്കിൽ 300 രൂപയും കിട്ടും. അങ്ങനെ ടോട്ടൽ 350 രൂപ കിട്ടും. അല്ലെങ്കിൽ റിവ്യൂ മാത്രം കൊടുക്കുകയാണെങ്കിൽ ആ റിവ്യൂ വെരിഫൈ ആകുമ്പോൾ 150 രൂപയും കിട്ടും. ഈ റഫറിന് 50 രൂപയും കൂടെ ചേർത്ത് 200 രൂപ വെച്ച് കിട്ടുന്നതായിരിക്കും. പക്ക അടിപൊളി ഒരു ഓഫറാണ്. എല്ലാവരും തന്നെ ചെയ്യാനായിട്ട് നോക്കുക. ഈ റഫർ ആൻഡ് ഏൺ ഓഫർ ആയാലും നിങ്ങൾ മാക്സിമം ലൂട്ട് ചെയ്യാനായിട്ട് നോക്കുക. തന്നെ കുറച്ച് വീഡിയോ ലെന്ത് കൂടിയെന്ന് മനസ്സിലായിട്ടുണ്ട്. എന്നാലും ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഫുൾ പ്രോസസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടെന്നാണ് വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ ഓൺലൈൻ മണി മേക്കിംഗ് വീഡിയോസായിട്ട് നമ്മുടെ ചാനൽ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കാനായിട്ട് വീഡിയോ കാണാം. അപ്പോൾ ശരി എന്നാൽ.